ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സ്പെഷ്യൽ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ്. സ്പെഷ്യൽ എന്ന് പറയാൻ കാരണം ഞാൻ യൂട്യൂബേഴ്സിലെ കുറച്ച് സെലിബ്രിറ്റിയുടെ തിരഞ്ഞെടുത്തിട്ട് അതിൽ ഈസി റെസിപ്പിയാണ് ഇവിടെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ട് ചെയ്യാൻ പോകുന്നത്. എല്ലാവർക്കും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഈസി ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് മുതൽ ലഞ്ച് വരെയുള്ള പ്രിപ്പറേഷൻസാണ് കാണിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. പിന്നെ സെലിബ്രേറ്റ് ചെയ്താണെന്ന് നിങ്ങൾക്ക് തംബ്നെയിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ആരൊക്കെയാണെന്ന്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഫസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് സലു കിച്ചണിലെ സെമീർത്തയുടെ ഒരു വെറൈറ്റി പുട്ട് റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത്. വെജിറ്റബിൾ പുട്ട് ഒരു വെറൈറ്റി ആയിട്ടുള്ളതാണ്. അപ്പോൾ ചെയ്യാൻ പോകുന്ന ടൈമിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കിയതാണ്. ഇനി നമുക്ക് പുട്ട് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ പുട്ടുപൊടിയും പിന്നെ കുറച്ച് വെള്ളത്തിൽ ഉപ്പിട്ടിട്ടും എടുത്തിട്ടുണ്ട്. പിന്നെ ഗ്രേറ്റ് ചെയ്ത് വെച്ച ബീട്രൂട്ട്, ഇതാണ് നമ്മൾ കളറിന് എടുക്കുന്നത്. ബീട്രൂട്ട് ഒരു ബൗളിലേക്ക് 7 ടേബിൾ സ്പൂൺ നമ്മൾ പുട്ടുപൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ച ബീട്രൂട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ പുട്ടിന് സാധാ കുഴക്കുന്ന പോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഞാൻ ഇതെടുത്തിട്ട് ഒന്ന് മിക്സിയിലൊന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. അങ്ങനെ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് നല്ല പോലെ ഒന്ന് ഇതുപോലെ കട്ടായിട്ട് വന്നിട്ടുണ്ട്. വെള്ളം അധികമായിട്ടാണെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ രണ്ടാമത്തെ ബാച്ച് ഞാൻ അതുപോലെ മിക്സിയിൽ അടിച്ചെടുക്കാൻ തന്നിട്ടില്ല. ഇതെല്ലാം ഒരുമിച്ച് ഒന്ന് മിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ രണ്ടും ഒരുമിച്ച് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ആവശ്യത്തിന് കുറച്ച് വെള്ളം അധികം ചേർത്തിട്ട് കുറച്ചും കൂടി പുട്ടുപൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ചെയ്തിട്ട് നന്നായിട്ട് കുഴച്ചെടുത്ത് അടുത്തത് നമ്മൾ ചെയ്യുന്നത് ഓറഞ്ച് കളറാണ്. അതിന് ഇവിടെ ക്യാരറ്റാണ് ഞാൻ എടുത്തത്. നേരത്തെ എടുത്ത അതേ അളവിൽ പുട്ടുപൊടി എടുത്തു. അതിന് ശേഷം ഗ്രേറ്റ് ചെയ്ത് വെച്ച ക്യാരറ്റ്. നേരത്തെ നമ്മൾ വെള്ളം അധികമായിട്ട് അങ്ങനെ ആയതുകൊണ്ട് നമ്മൾ ഇതുപോലെ വെള്ളം നന്നായിട്ട് റിമൂവ് ചെയ്തതിന് ശേഷമാണ് ക്യാരറ്റ് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ക്യാരറ്റ് ഇട്ടതിന് ശേഷം നമ്മൾ ക്യാരറ്റും പുട്ടുപൊടിയും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ആവശ്യത്തിന് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. നേരത്തെ എടുത്തു വെച്ച ഉപ്പ് വെള്ളമല്ല ഇതിൽ ആഡ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇതിലേക്ക് ഡയറക്റ്റ് ഉപ്പ് ചേർത്ത് കൊടുക്കുകയും ചെയ്യുന്നത്. ഉപ്പ് ചേർത്തതിന് ശേഷം നമ്മൾ നേരത്തെ റിമൂവ് ചെയ്തെടുത്ത ക്യാരറ്റിൻ്റെ ആ വെള്ളം തന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അങ്ങനെ രണ്ടാമത്തെ ഓറഞ്ച് കളറും റെഡി ആയിട്ടുണ്ട്. അടുത്തത് നമ്മൾ റെഡിയാക്കാൻ പോകുന്നത് ഗ്രീനാണ്. അതിനുവേണ്ടി ഗ്രീൻ പേസ്റ്റ് ആദ്യം റെഡിയാക്കുക. കുറച്ച് മല്ലിയിലയും ചില്ലി പേസ്റ്റും കൂടി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു. പിന്നെ നമ്മൾ നേരത്തെ എടുത്ത അതേ അളവിൽ പുട്ടുപൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച് ഗ്രീൻ പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇത് ഫോട്ടോത്തിൽ കുറച്ച് കളർ കിട്ടാൻ വേണ്ടി ഞാൻ ഫുഡ് കളർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ അരക്കുന്ന ടൈം വെള്ളം കൂട്ടി അരച്ചതായതുകൊണ്ട് ഇതിലേക്ക് വെള്ളമൊന്നും ആഡ് ചെയ്യുന്നില്ല. ഇതുപോലെ നന്നായിട്ട് കുഴച്ചെടുക്കുകയും ചെയ്യുന്നത്. നമ്മൾ സാധാ പുട്ടിനൊക്കെ കുഴക്കുന്ന അതേ ഒരു പാകത്തിൽ തന്നെയാണ് ഇത് കുഴച്ചെടുക്കേണ്ടത്. അങ്ങനെ നമ്മൾ 3 കളറും ഇവിടെ റെഡിയായി കഴിഞ്ഞു. നമുക്ക് പുട്ട് കുറ്റിയിൽ ഇത് ഒന്ന് സെറ്റ് ചെയ്യാം. അതിന് വേണ്ടി ഫസ്റ്റ് ലെയറായിട്ട് നമ്മൾ തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഗ്രീന് ഒരു 3 ടേബിൾ സ്പൂണോളം നമ്മൾ ഗ്രീൻ പുട്ടുപൊടി ഇട്ട് കൊടുക്കാം. അടുത്തത് വീണ്ടും നമ്മൾ തേങ്ങ ഇട്ടതിന് ശേഷം ഓറഞ്ച് കളർ സെയിം അളവിൽ ഓറഞ്ച് കളർ പുട്ടുപൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതിൻ്റെ മുകളിൽ വീണ്ടും റിപ്പീറ്റ് ചെയ്യാം. നമ്മൾ തേങ്ങ ഇട്ടിട്ട് വീണ്ടും നമ്മൾ ബീട്രൂട്ടിൻ്റെ കളർ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ബീട്രൂട്ട് പുട്ടുപൊടിയും ഇട്ടതിന് ശേഷം ഇതിൻ്റെ മുകളിൽ വീണ്ടും നമ്മൾ തേങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ സാധാ പുട്ടിന് കുഴക്കുന്ന പോലെ വൈറ്റ് കളറിൽ കുഴച്ചെടുത്തിട്ടുണ്ട്. അതാണ് അടുത്തത് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതും കൂടി നമുക്ക് കുറച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം വീണ്ടും നമ്മൾ തേങ്ങ ഇട്ടതിന് ശേഷം ലാസ്റ്റായിട്ട് നമുക്ക് നമ്മൾ ഗ്രീൻ പുട്ടുപൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. കുറ്റിയിലെല്ലാം സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ആവി കയറ്റണം. അതിന് വേണ്ടി വെള്ളം തിളപ്പിച്ചിട്ടുണ്ട്. വെള്ളം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ഇറക്കി വെക്കാം. നന്നായിട്ട് മുകളിലേക്ക് ആവി വന്നിട്ടുണ്ട്. നമ്മൾ പുട്ട് സെറ്റായിട്ടുണ്ടാവും. ഇനി നമുക്ക് ഇതെടുത്തിട്ട് മാറ്റാം, പ്ലേറ്റിലേക്ക് മാറ്റാം. നല്ലോണം ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. അതിന് കറിയുടെ ഒന്നും ആവശ്യമില്ല. നമ്മളെ കുട്ടികൾക്ക് വെജിറ്റബിൾ കൂട്ടാത്ത കുട്ടികൾക്ക് ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കാം. വെജിറ്റബിളും ആയി. ഇത് വേറെ ഫ്ലേവറിൽ നിങ്ങൾക്ക് ഈ പുട്ടിന് ഈസി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ടായിന്.
അടുത്തത് നമ്മുടെ ലഞ്ചിൻ്റെ പ്രിപ്പറേഷൻസ് ആണ്. അതിനുവേണ്ടി ലഞ്ചിന് ആരൊക്കെ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ ആഷ്ന സലീലിൻ്റെ നമ്മളെ തലശ്ശേരി തെരി ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. അത് നമുക്കൊന്ന് കണ്ടു നോക്കാം, അതിനുശേഷം ഉണ്ടാക്കാം. എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഫസ്റ്റ് ഞാനിവിടെ ഈ ഒരു കപ്പിൽ 5 ഗ്ലാസ് തെരിയാണ് എടുത്തത്. അതിനുവേണ്ടി 1 ഗ്ലാസ് തെരിക്ക് 1.5 ഗ്ലാസ് വെള്ളമാണ്. 7.5 ഗ്ലാസ് വെള്ളം നമുക്ക് ആദ്യം നല്ല പോലെ ചൂടാക്കിയെടുക്കാം. ബിരിയാണി റെഡിയാക്കാനുള്ള പാത്രം നമ്മൾ ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഓൾറെഡി ചിക്കൻ്റെ മസാല റെഡിയാക്കിയിട്ടുണ്ട്. നമ്മൾ സാധാ ബിരിയാണിക്ക് ഉണ്ടാക്കുന്ന ആ ചിക്കൻ്റെ മസാലയാണ് റെഡിയാക്കിയത്. ഇത് നമുക്ക് ഈ വലിയൊരു പാത്രത്തിലേക്ക് മാറ്റാം. അതിനുശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ തിളപ്പിച്ച് വെച്ച് 7.5 ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചതിന് ശേഷം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പിട്ടതിന് ശേഷം വെള്ളം നന്നായിട്ട് തിളക്കാൻ വേണ്ടി നമുക്ക് മൂടി വെച്ച് കൊടുക്കാം. മൂടി വെച്ചതിന് ശേഷം വെള്ളം തിളച്ചിട്ട് നമുക്ക് തിരയിട്ട് കൊടുക്കാം. അതിനു മുമ്പ് നമ്മളൊരു കാര്യം മറന്നുപോയി. സലീലത്തെ അതിൽ മസ്റ്റായിട്ട് പറഞ്ഞൊരു കാര്യമാണ്, നല്ലോണം ഇതിൽ ഗീ ഇട്ട് കൊടുക്കണം. അത് നമ്മൾ മറന്നുപോയി. അതുകൊണ്ട് തുറന്നിട്ട് ഒന്നും കൂടി 3.5 ടേബിൾ സ്പൂൺ ഗീ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഹാഫ് ലെമണിൻ്റെ ജ്യൂസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം 2 ടേബിൾ സ്പൂൺ സാധാ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ എന്തായാലും ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരാളത്തെ നമ്മൾ ഫോളോ ചെയ്തിട്ട് ഉണ്ടാക്കുന്ന ടൈം അവർ കറക്റ്റ് ഇടുന്ന ഇൻഗ്രീഡിയൻറ്റും ആ ടൈമും അത് അവരിടുന്ന അളവുമാണ്. നമ്മൾ ഈ 3 കാര്യം എന്തായാലും ശ്രദ്ധിക്കണം. നമ്മൾ ഉണ്ടാക്കുന്ന ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൈപ്പുണ്യാണ് നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഉണ്ടാകാൻ. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അവരെ ടൈമിങ്ങും ആ ഇൻഗ്രീഡിയൻറ്റും ആ അളവൊക്കെയാണ് നമ്മൾ നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ വെള്ളം നന്നായിട്ട് ചൂടായതിന് ശേഷം തെരി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. തെരി നമ്മൾ ഒരു കൈയോടെ ഇടുന്ന ടൈം ഒരു കൈയോടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കും, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കട്ടയിട്ടിപ്പോവും. അതുകൊണ്ട് നമ്മൾ കുറച്ച് ആഡ് ചെയ്തിട്ട് നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല പോലെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ നല്ല പോലെ കട്ട കിട്ടും. തെരി കൂടുതൽ കുക്കാവാനില്ലാത്തതുകൊണ്ട് കൂടുതൽ ടൈം എടുത്തിട്ടില്ല, വേഗം തന്നെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ മിക്സ് ചെയ്യുന്ന ടൈം തന്നെ കുക്കാവും. നമ്മൾ കുറച്ച് മലയിലയും കൂടി വിതറിയിട്ട് 5 മിനിറ്റ് നമുക്ക് മൂടി വെച്ചിട്ട് ജസ്റ്റ് ദം ഇടുന്ന പോലെ മൂടി വെച്ച് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് കഴിക്കാം. ചൂടോടെ തന്നെ നല്ല ടേസ്റ്റായിട്ട് കഴിക്കാം. നമ്മൾ എപ്പോഴും റൈസ് വെച്ചിട്ടല്ലേ ബിരിയാണി ഉണ്ടാക്കുന്നത്. ഇതൊരു ഡിഫറെൻറ്റ് ടേസ്റ്റിൽ നല്ല ടേസ്റ്റ് ഉണ്ടായിന്. നമ്മൾ കണ്ണൂരായിട്ടും ഇതുവരെ തലശ്ശേരി സ്പെഷ്യലി ഈ തെരി ബിരിയാണി ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഒരു പ്രത്യേകതരം ടേസ്റ്റ് തന്നെ ഉണ്ടായിന്. പിന്നെ ഇത് നമ്മൾ ചിക്കൻ വെച്ചിട്ട് ഉണ്ടാക്കിയതായതുകൊണ്ട് നമ്മൾ നല്ലോണം മിക്സ് ചെയ്യുന്ന ടൈം ചിക്കൻ നല്ല വെന്തിട്ട് ഫുള്ളായിട്ട് മിക്സ് ചെയ്തുകൊണ്ട് എല്ലാ ഭാഗത്തും ചിക്കൻ എത്തുന്നുണ്ടായിന്. അടുത്ത നമ്മൾ സ്നാക്സാണ് റെഡിയാക്കുന്നത്. സ്നാക്സ് നമ്മൾ മിസ്സിസ് മലബാറിലെ ഹിബയുടെ നോക്കിയിട്ടാണ് സ്നാക്സ് ഉണ്ടാക്കുന്നത്. എളുപ്പം ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്നാക്സാണ് ഉണ്ടാക്കുന്നത്. കൊടുക്കാൻ പറ്റുന്ന ഒരു ഈസി സ്നാക്കാണ്. നമ്മൾ വീട്ടിൽ സാധാരണ ഉണ്ടാവുന്ന മുട്ടയും ബ്രെഡും കൊണ്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. നല്ല ഈസിയാണ് ഇത് ഉണ്ടാക്കാൻ, അധിക സമയമൊന്നും വേണ്ട. അപ്പോൾ ഫസ്റ്റ് നമ്മൾ മസാല റെഡിയാക്കാൻ വേണ്ടി ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായതിനു ശേഷം ചെറുതായി കട്ട് ചെയ്ത് വെച്ച് ജിഞ്ചറും ഗ്രീൻ ചില്ലിയും കൂടി ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ചെറുതായി കട്ട് ചെയ്ത് വെച്ച് മീഡിയം സൈസ് ഒരു സവാള നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നല്ലപോലെ വഴന്ന് വരുന്ന ടൈം ഇതിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് സവാളയ്ക്ക് നല്ലപോലെ വഴന്ന് വരുന്ന ടൈം ഇതിലേക്ക് കുറച്ച് നമ്മൾ ബ്ലാക്ക് പെപ്പറും മഞ്ഞൾപ്പൊടിയും കൂടി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അടുത്തത് നമ്മൾ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത് മെയിൻ ഇൻഗ്രീഡിയൻ്റായ മുട്ടയാണ്. മുട്ട നന്നായിട്ട് വേവിച്ചിട്ട് ചെറുതായി കട്ട് ചെയ്ത് വെച്ചതാണ്. ഇത് നമുക്ക് ഇതിലിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ മസാലയും മുട്ടയ്ക്കും ഒരുപോലെ ആകുന്ന പോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം കുറച്ച് മല്ലിയില വിതറി കൊടുക്കാം. അടുത്തത് നമ്മൾ എടുത്തത് 7 സ്ലൈസ് ബ്രെഡാണ്. ഇത് നമുക്ക് കൈകൊണ്ട് തന്നെ ഇതുപോലെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിടുക.
നമ്മൾ കൈവച്ച് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം 3.5 ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ചതിന് ശേഷം നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം. പാലില്ലെങ്കിൽ ഇളം ചൂടുവെള്ളം എടുത്താലും മതി. പാലിൽ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ ഒരു ഡോ റെഡിയാക്കുന്ന പോലെ ഒന്ന് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം. നല്ലപോലെ കുഴഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബോളാക്കി എടുക്കണം. അതിനുവേണ്ടി നമ്മൾ ചെറിയൊരു ബോൾസ് എടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് പരത്തിയതിന് ശേഷം സെൻട്രലായിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഫില്ലിങ് വെച്ചിട്ട് ഒരു ബോളാക്കി റെഡിയാക്കി എടുക്കാം. എല്ലാ ബോളും നമുക്ക് ഇതുപോലെ റെഡിയാക്കി എടുക്കാം. അതിനുശേഷം നമുക്കൊന്ന് ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്യാനുണ്ട്. അതിനുവേണ്ടി ഇവിടെ ഞാൻ കുറച്ച് മൈദയും കോൺഫ്ലവർ പൊടിയും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു പേസ്റ്റ് പോലെ ആക്കിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഡിപ്പ് ചെയ്തതിന് ശേഷം ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ നമ്മൾ എല്ലാ ബോൾസും ഇതുപോലെ നമുക്ക് ബ്രെഡ് ക്രംസിൽ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം. ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്യുന്ന ടൈം ഒരു പാനിൽ ഓയിൽ നന്നായിട്ട് ചൂടാൻ വെച്ചിട്ടുണ്ട്. നല്ലപോലെ ചൂടായതിന് ശേഷം നമ്മൾ ഓരോ ബോൾസും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു സൈഡ് നല്ല ബ്രൗൺ കളർ ആയതിന് ശേഷം നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ രണ്ട് സൈഡും നല്ല ബ്രൗൺ കളറായിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള എഗ് ബ്രെഡ് ബോൾ ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇത് നമ്മൾ നല്ല കട്ടൻ ചായയും മഴയ്ക്ക് നല്ല ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിന്. അടുത്തത് നമ്മൾ ഡിന്നറാണ്. നമ്മൾ കണ്ണൂർക്കാരെ സ്പെഷ്യൽ ചെയ്യാതിരിക്കൽ ഒരു മോശമല്ലേ. അതുകൊണ്ട് മജിദ ഷഫീറിൻ്റെ കണ്ണൂർ സ്പെഷ്യൽ പത്തലും തേങ്ങ അരച്ച ചെമ്മീൻ കറിയാണ് നമ്മൾ ഡിന്നറാക്കിയിട്ട് റെഡിയാക്കാൻ പോകുന്നത്. അത് ജസ്റ്റ് കണ്ടോക്കിയതിന് ശേഷം നമുക്ക് ഉണ്ടാക്കാം. നമ്മൾ ഓൾറെഡി പത്തലിന് ഇവിടെ കുഴച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ പത്തൽ പൊടിയും അരിയൊക്കെ അരച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഇതുപോലെ പാനിൽ തന്നെയാണ് ഇതുപോലെ ചുട്ടെടുക്കുന്നത്. ഇത് ഞാൻ ഇതിനു മുന്നേ ഡേ ഇൻ മൈ ലൈഫിൻ്റെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അങ്ങനെ പത്തലൊക്കെ റെഡിയാക്കിയതിന് ശേഷം തേങ്ങ അരച്ച് ചെമ്മീൻ കറി റെഡിയാക്കാം. അതിനുവേണ്ടി ഫസ്റ്റ് നമുക്കൊന്ന് തേങ്ങ ഒന്ന് വറുത്തെടുക്കാനുണ്ട്. അതിനുവേണ്ടി ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ അരി, നമ്മൾ ചോറൊക്കെ വെക്കുന്ന അരി, പിന്നെ 1 ടേബിൾ സ്പൂൺ വലിയ ജീരകം കൂടി ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇതും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ ഉള്ളിയും കൂടി ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ നമുക്ക് തേങ്ങ ഒന്ന് വറുത്തെടുക്കാം. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്തതിന് ശേഷം നല്ലപോലെ ഒന്ന് വറുത്തെടുക്കാം. തേങ്ങ റെഡിയായി. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് കറി റെഡിയാക്കാനുള്ള ചട്ടി ഇവിടെ ചൂടാൻ വെച്ചിട്ടുണ്ട്. ചൂടായതിന് ശേഷം 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ചെറുതായി കട്ട് ചെയ്ത് വെച്ച ഒരു സവാള ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. സവാള ഇതിൽ ഒരു ഹാഫ് കുക്കായതിനു ശേഷം ഇതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത് വെച്ച് 2 തക്കാളി, 2 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞതും കൂടി ആഡ് ചെയ്തിട്ട് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് മൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. തക്കാളിയൊക്കെ നന്നായിട്ട് കുക്കാവുന്ന ടൈം നമ്മൾ തേങ്ങ ഒന്ന് അരച്ചെടുക്കാം. ഇതിൽ കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് നല്ലപോലെ അരച്ചെടുക്കാം. നമുക്കൊന്ന് തുറന്ന് നോക്കാം. തക്കാളിയൊക്കെ വെന്ത് വന്നിനൊന്ന് നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇതിലേക്ക് ഇനി 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഇതൊക്കെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം 3 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 3 ഗ്ലാസ് വെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മൾ പ്രോൺസ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം.
നല്ലപോലെ തിളച്ച് വന്ന് കുക്കായിട്ടുണ്ട് പ്രോൺസൊക്കെ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച് തേങ്ങ അരച്ചത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. തേങ്ങ ആഡ് ചെയ്തതിന് ശേഷം ഒരു തിള വരുന്നവരെ വെയിറ്റ് ചെയ്യും. ഒരു തിള വന്നതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ കറി ഇവിടെ റെഡിയായി കഴിഞ്ഞു. നമ്മുടെ കണ്ണൂർ സ്പെഷ്യൽ പത്തലും തേങ്ങ അരച്ച ചെമ്മീൻ കറിയും റെഡിയായി. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഞാൻ ഇവരെ 4 ആളതും എളുപ്പത്തിൽ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് ചെയ്തത്. എപ്പോഴും വേറൊരാളത് ഫോളോ ചെയ്തിട്ട് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കാൻ നമ്മൾ ഇൻഗ്രീഡിയൻറ്റും ടൈമിങ്ങും മെഷർമെൻറ്റും ഈ 3 കാര്യം ശ്രദ്ധിച്ചിട്ട് ചെയ്യാം. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.